രാജ്യത്ത് അറിയപ്പെട്ടത് 2-3 സ്ഥലങ്ങളിൽ മാത്രമാണെങ്കിൽ, ഈമാനുള്ളവരോടാ ഞാൻ ചോദിക്കുന്നത്, നന്നാവാൻ തീരുമാനം ഉണ്ടെങ്കിൽ കേൾക്കുക. ഇന്ത്യയിൽ എത്ര കോടി ജനമുണ്ട്? കേരളത്തിൽ തന്നെ എത്രയുണ്ട്? എത്രയോ ആളുകൾ വിദേശ രാഷ്ട്രങ്ങളിലുണ്ട്. ആർക്കെങ്കിലും ഒന്ന് കൊണ്ടുവന്നുകൂടെ? ഇത് നബി തങ്ങളുടെ മുടിയാണ്, റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞ് ആരാ ഇതുവരെ ഒന്ന് കൊണ്ടുവരാത്തത്? ഈമാന്റെ ഒരൽപ്പമെങ്കിലും ഉള്ളിലുള്ള ഒരാൾക്കതിന് കഴിയുമോ? പറ. പുന്നാര നബി തങ്ങളുടെ പേരിൽ ഒരു കളവ് പറയാൻ ഈമാന്റെ ഒരൽപ്പമെങ്കിലും ഉള്ള ഒരു മുസ്ലിം തയ്യാറായില്ല എന്നതിന്റെ തെളിവല്ലേ? 12 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഭാരതത്തിൽ വിരലിലെണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രം ഈ സംഭവം ഒതുങ്ങിപ്പോയത്. കളവ് കൊണ്ടുവരാൻ ഒരു മുസ്ലിമിന്റെ ഹൃദയവും അനുവദിക്കില്ല എങ്കിൽ ഞാൻ ചോദിക്കട്ടോ, ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു സദസ്സ് കാരന്തൂരിന്റെ കേരവൃക്ഷങ്ങൾക്കിടയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോ ലക്ഷോപലക്ഷം വരുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിലധികം താടിയും തലപ്പാവും തലമറച്ചിട്ടുള്ള ആളുകള്, ദീനിന്റെ ആധാറുകളിൽ ജീവിക്കുന്ന ആളുകളുടെ മുമ്പിൽ അബൂദാബിയിലെ പ്രശസ്തമായ കുടുംബത്തിലെ അഹ്മദ് ഖസ്റജി, ബദരീങ്ങളുടെ പേര് കേൾക്കുമ്പോ നിങ്ങൾ സാധാരണ പേരു മാത്രമാണ് കേൾക്കുന്നതെങ്കിലും അവരുടെ പേരിന്റെ അവസാനത്തിലേക്ക് ചെല്ലുമ്പോ കൂടുതൽ സ്വഹാബക്കള്, ബദരീങ്ങളിൽപ്പെട്ട കൂടുതൽ സ്വഹാബാക്കളുടെയും കബീലയുടെ പേരിൽ കാണാം അൽ ഖസ്റജി. ഇതിന്നോ ഇന്നലെയോ അബൂദാബിയിൽ വന്ന ആളല്ല. പുന്നാര നബി തങ്ങളെ കൺകുളിർക്ക കണ്ട് ആസ്വദിക്കാൻ ഭാഗ്യം ലഭിച്ച അൻസാറുകളായ സ്വഹാബാക്കളുടെ പരമ്പരയാണ് അൽ ഖസ്റജി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട മതകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന, യുഎയിൽ പോയി ഒമാനിലൊക്കെ പോയ ആളുകൾക്ക് അറിയാലോ, മതകാര്യ വകുപ്പ് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് നമ്മളെ ഇവിടുത്തെ വകുപ്പ് പോലെ മരാമത്ത് വകുപ്പ് പോലെ തള്ളാൻ പറ്റില്ല. മതകാര്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ ഔഖാഫ്, ദീനു പറയുന്ന വകുപ്പ്. ആ വകുപ്പിന്റെ ഡയറക്ടറായിരുന്ന മഹാൻ, ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങൾ, ആയിരക്കണക്കായ ആലിമീങ്ങൾ, സയ്യിദന്മാരുടെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശേഷിപ്പ് എടുത്തു സമർത്ഥിച്ചിട്ട് പറയുന്നു, ഇത് പുന്നാര നബി തങ്ങളുടെ ശിരോരോമമാണ്. ഞാൻ ചോദിക്കട്ടോ, വിവരമില്ലാത്ത ഈ ഭാരതത്തിൽ തന്നെ അമ്മാതിരി ഒരു വിക്രസ് കാണിക്കാൻ ഇതുവരെ 12 കോടിയിലധികം വരുന്ന മുസ്ലിമീങ്ങളാരും തയ്യാറായിട്ടില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളുടെ ശൃംഖലകളിൽപ്പെട്ട ഉന്നത കുലജാതനായ വ്യക്തി ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളുടെ സാന്നിധ്യത്തിൽ പുന്നാര നബി തങ്ങളെ കുറിച്ചൊരു കളവു പറയാൻ തന്റെ ഇടം കാണിക്കുമോ? മരിക്കാൻ ആഗ്രഹമുള്ള ഒരു സഹോദരൻ, ആഖിറത്തെ ഭയപ്പെടുന്ന ഒരു സഹോദരൻ, അതിന് കഴിയുമോ? മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ. ഔഖാഫിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന ഖസ്റജി, മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, എന്റെ പേരിൽ ഏതെങ്കിലും രൂപത്തിൽ ഒരു കളവ് പറഞ്ഞാൽ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞാൽ ഫല്യതബവ്വ മഖ്അദഹു മിനന്നാർ, അവന്റെ പാർപ്പിടം നരകം തന്നെയാണ് കേട്ടോ. നരകം അവൻ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ശക്തമായ ഭാഷയിൽ അള്ളാന്റെ റസൂല് ഓർമ്മപ്പെടുത്തിയ സംഭവങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്ന ഖസ്റജി ലക്ഷക്കണക്കായ മുഅ്മിനീങ്ങളുടെ അടുത്തു നിന്ന് ഇത് പുന്നാര നബി തങ്ങളുടെ ശിരോരോമമാണ്, അല്ലെങ്കിൽ ആഫാറാണെന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടിയ അയാൾക്ക്? ആരൊക്കെ വിളിപ്പിക്കാൻ ആഖിറം അദ്ദേഹം വില കൊടുത്തത്? അതിന്റെ സനത് ഞങ്ങൾക്കൊന്ന് കാണണം. ഞാൻ ചോദിക്കട്ടെ, വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊന്നും വെക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. 25,000 ഇവരുടെ ഒരു കാസിമി, എന്തോ ഒരു കാസിമി, റഹ്മത്തില്ല കാസിമി, അദ്ദേഹം പറഞ്ഞു 2 കുപ്പി വെള്ളം എടുത്തിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഖുർആൻ അക്കാദമിക്ക് വേണ്ടി 25,000 രൂപ സംഭാവന തരുന്ന ആൾക്ക്, ഞങ്ങളുടെ ഖുർആൻ പഠന കേന്ദ്രത്തിന് 25,000 തരുന്ന ആൾക്ക്
ഒരു കുപ്പി തരാം, മറ്റേ ഒരു 25,000 തരുന്ന ആൾക്ക് തരാം. അങ്ങനെ 50,000 ഒരു സെക്കൻഡിൽ പിരിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ബാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാ. സനത് കാണിച്ചോ, സനത് കാണിച്ചോ. സനതേ എന്ന് പറഞ്ഞു കിടന്നാൽ നിങ്ങൾ ഇവിടുന്ന് വിളിച്ചു പോയാ കിട്ടുന്നതാ? ഞാൻ ചോദിക്കട്ടെ, റഹ്മത്തില്ല കാസിമി, ആ സംഭവം അങ്ങോട്ട് നടക്കുന്ന സന്ദർഭത്തില് വെല്ലൂര് ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് മുടി മുക്കിയ വെള്ളം. വിൽക്കാൻ അവര് പറഞ്ഞോ? വിൽക്കാൻ അവര് പറഞ്ഞോ? ദാ മുജാഹിദുകാരൻ കോഴിക്കോട് സ്റ്റേജ് കെട്ടി ചോദിച്ചു, റസൂലുള്ളാഹിന്റെ തബറുക്ക് പാപങ്ങൾക്ക് വേണ്ടേ മുസ്ലിയാരെ? നിങ്ങൾ 25,000 വിറ്റു, റസൂലുള്ളാഹിന്റെ തബറുക്ക് ആഗ്രഹിക്കുന്ന പാവങ്ങൾ അവിടെ ഇല്ലേ? എന്തേ നിങ്ങൾ വിലക്ക് വിൽക്കാൻ കാരണം? അവിടെ ഒന്നും സനതും ഒന്നും ആവശ്യമില്ല. കാന്തപുരത്തിന്റെ പേരിലേക്ക് കയറാനേ സനത് ആവശ്യമുള്ളൂ. ഇത് തനിച്ച അസൂയയാണ്. പെറ്റ പെണ്ണ് നെയ്യും ചോറും തിന്നണ കണ്ട് മച്ചി പെണ്ണ് കലോടച്ചിട്ട് കാര്യമൊന്നുമില്ലടോ. കാന്തപുരം വലിയ വലിയ ബംഗ്ലാവ് സ്ഥാപിക്കുന്നു, സ്വന്തമല്ല, പല സ്ഥലങ്ങളിലും. നിങ്ങളൊരു തെക്കാവിന് ഒരു നിക്കാരപ്പള്ളിക്ക് തറക്കല്ലിട്ട്, 1 തറക്കല്ലിട്ട്, 2 തറക്കല്ലിട്ട്, 6 തറക്കല്ലിട്ടിട്ടും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കാന്തപുരം അമ്മാതിരി ആ സ്റ്റേഷനൊക്കെ വിട്ടിട്ട് അദ്ദേഹം ഒരുപാട് നല്ല കാര്യം ചെയ്യുമ്പോ എങ്ങനെയെങ്കിലും പിടിച്ചു കെട്ടണം. ആയിക്കോ, അതിന് വേറെ മാർഗം നോക്കിക്കോ. റസൂലുള്ളാഹിനെ വിട്, അള്ളാന്റെ റസൂലിനെ നിങ്ങൾ ഒഴിവാക്ക്. ഗ്രൂപ്പ് കളിക്കാൻ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? റസൂലുള്ള നമുക്ക് പുറത്തു തരട്ടെ. ഏത് ധൈര്യത്തിലാ പറയുന്നത് ഇതല്ലാന്ന്? എത്ര ആളുകളെ കബളിപ്പിച്ചു, എത്ര ആളുകളുടെ ഈമാൻ നഷ്ടപ്പെടുത്തി, എത്ര പ്രസംഗങ്ങൾ നടത്തി, എത്ര ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതിന്റെ പാപഭാരം എവിടെ കൊണ്ട് അവസാനിപ്പിക്കും? സനത് വേണം പോൽ, അത് ഫോൺ ചെയ്യലല്ല. വാ, വരണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വാടൂ, നമുക്ക് പോകാം. ഖസ്റജിയുടെ വീട്ടിൽ തന്നെ പോകാം അബൂദാബിയിൽ. എന്നിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ കൊടുത്ത മുടിക്ക് 75 സെന്റിമീറ്റർ നീളം ഉണ്ടായിരുന്നെന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 1 മീറ്ററിന് ഒരു ഇത്തിരി കുറവേ ഉള്ളൂ. 75 സെന്റിമീറ്റർ നീളേ റസൂലുള്ളാഹിന്റെ മുടിക്ക്. കാരണം ആ കൂജക്ക് അത്ര നീളം ഉണ്ടല്ലോ, ആ കൊടുത്ത സ്ഫടികക്കൂട് കണ്ടോ, അതിനത്ര നീളമുണ്ട്. അപ്പൊ ഇവർ ജാതകളും വിചാരിച്ച് അത്ര നീളമുള്ള മുടിയാ. പിന്നെ മുജാഹിദ് ജമാഅത്തിന്റെ കാര്യം പറയേ വേണ്ട, ഒക്കെ ക്ലിപ്പിട്ട് കാണിക്കേണ്ട വിഷയ. പള്ളിയില് സ്വർഗം വേണോ സ്വർണം വേണോ? മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്നത് അയാളുടെ പേര് തന്നെ ജിഹാദാ. മുജാഹിദ് ബാലുശ്ശേരി ചോദിക്കുന്നതാ, സ്വർണം വേണോ സ്വർഗം വേണോ? അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളൊക്കെ മുസല്ല വിട്ടു പോകുമ്പോ കാശ് ഒരു പക്ഷെ കൊണ്ടുവന്നില്ലെങ്കിലും എന്തു വേണം? കയ്യിൽ വിരലുകളിൽ എന്തില്ലേ? മോതിരങ്ങളില്ലേ? കൈകളിൽ വളകളില്ലേ? അതൂരി മുസല്ലയിൽ ഇട്ടു പോകണം. സ്വർഗം വേണോ സ്വർണം വേണോ? കാന്തപുരോ പള്ളി പണിയുന്നു. പള്ളിയല്ല ഉദ്ദേശം മുസ്ലിയാരെ, പള്ളയാണ്. ഇതോ സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റുണ്ട്, അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയല്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. സ്വർഗം വേണോ സ്വർണം വേണോ? കാന്തപുരോ പള്ളി പണിയുന്നു. പള്ളിയല്ല ഉദ്ദേശം മുസ്ലിയാരെ, പള്ളയാണ്. ഇതോ ഐ cannot understand what they are doing. എന്താന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കയറിയാല്, നേരത്തെ പറഞ്ഞത് 87, 88 എന്നൊക്കെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മാന്യനായി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ അവരുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് സനദും ചോദിച്ച്